ഓക്കെ. അപ്പൊ റിയാക്ഷൻ ടർബൈനിലെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, റിയാക്ഷൻ ടർബൈനിൽ നമ്മൾ എപ്പോഴും റിയാക്ഷൻ ടർബൈനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൽഫയും ഫൈയും ഒന്നായിരിക്കും. അപ്പൊ ഇതിൽ ആൽഫയും ഫൈയും ഒന്നായിരിക്കും. ഇപ്പൊ ഇവര് പറയുന്ന പോലെ തന്നെ ആൽഫയും ഫൈവും എപ്പോഴും ഒന്നായിരിക്കും. ആൽഫ ഇസിക്വൽ ടു 5 ആൻഡ് അത് തന്നിട്ടുണ്ട് 20 ഡിഗ്രി. അതുപോലെ തീറ്റയും ബീറ്റയും ഈക്വൽ ആയിരിക്കും 35. അപ്പൊ ഇത് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മൾ അതിൽ ബ്ലേഡ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. വി ബി ഇസിക്വൽ പൈ ഡി എൻ ബൈ 60 എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്. അത് വെച്ച് നമുക്കിവിടെ ബ്ലേഡ് വെലോസിറ്റി കിട്ടും. എത്ര? 32.99 കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യാനുള്ള ബ്ലേഡ് വെലോസിറ്റി വി ബി നമ്മളിവിടെ മാർക്ക് ചെയ്യും. ഓക്കെ. ബ്ലേഡ് വെലോസിറ്റി ഇവിടെ ആദ്യം വി ബി മാർക്ക് ചെയ്യുക. ഓക്കെ. മാർക്ക് ചെയ്ത ശേഷം നമുക്ക് അറിയാം ആൽഫയും ഫൈയും ഈക്വൽ ആണ്. അപ്പൊ ആൽഫ എന്ന് പറഞ്ഞാൽ ഇതാണ് ആൽഫ. ഇതാണ് ആൽഫ അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 20 ഡിഗ്രി. അതേപോലെ ആൽഫയും ഫൈ എത്രയാണ്? അത് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. സിമിലർലി അതേപോലെ ബീറ്റ എത്രയാണ്? ബീറ്റയും തീറ്റയും തന്നിട്ടുണ്ട്. ബീറ്റ എത്രയാണ് തന്നിരിക്കുന്നത്? 35. ഈ 35 ഇങ്ങനെ പോകും. ഇതും 35 ഇങ്ങനെ പോകും. അപ്പൊ ഇതും 35, ഇവിടുത്തെ 35, ഇവിടെയും 35, ഇവിടെയും 35. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇത് കണക്ട് ആവും. കണക്ട് ആകുമ്പോൾ ഇത് സി, ഇത് ഡി. അതിനെ നേരെ ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരുമ്പോൾ എന്താണ്? ഇത് ഇ ആവും. ഇതിന് നേരെ കണക്ട് വരുമ്പോൾ ഇത് എഫ് ആവും. അപ്പൊ എല്ലാം കണക്ട് ആയില്ലേ? അപ്പൊ ഇത് VF1, ഇത് VF2, ഇത് അബ്സല്യൂട്ട് വെലോസിറ്റി ഇൻലെറ്റ്, അത് ഔട്ട്ലെറ്റ്, ഇത് VR1, ഇത് VR2. അപ്പൊ എല്ലാം അറിയാലോ. അപ്പൊ ഈ ഡയറക്റ്റ് കണക്ട് ചെയ്ത് ഇത് അതേപോലെ ഇത് VW1, ഇത്രയും VW1, അതേപോലെ ഇത്രയും VW2. ഓക്കെ. അപ്പൊ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടോ അതെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിച്ച്. അപ്പൊ മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞു. പവർ ഇസിൽ M × VW1 + VW2. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാമല്ലോ. ഇത്രയാണ് ഇതിന്റെ പാർട്സ് റിയാക്ഷൻ ടർബൈൻ വരുന്നത്. അപ്പൊ ഇത് രണ്ടും ഒന്ന് ചെയ്ത് നോക്കിയാൽ